ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാലി പ്രൈം 4.0ലെ എക്സൽ ഇമ്പോർട്ട് ഓപ്ഷനെ കുറിച്ചാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. നമ്മളിൽ പലരും മുൻപ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക പെയ്ഡ് TDL, അതായത് ടാലി കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ ടാലി പ്രൈം 4.0 മുതൽ ഈ ഒരു ഓപ്ഷൻ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് ടാലിയിൽ അവൈലബിൾ ആണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാലിയിലേക്ക് മാസ്റ്റേഴ്സ് ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ ട്രാൻസാക്ഷൻസും ഇമ്പോർട്ട് ചെയ്യാം. മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്സ് ഓഫ് മെഷർ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടാലിയിൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യില്ലേ, അതാണ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഈ സെയിൽസും പർച്ചേസും ജേണൽ എൻട്രീസ് ഒക്കെ എങ്ങനെയായിട്ട് റെക്കോർഡ് ചെയ്യില്ലേ, അതാണ് ട്രാൻസാക്ഷൻസ്. ഈ ട്രാൻസാക്ഷൻസും നമുക്ക് എക്സൽ വഴി ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. എക്സൽ ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് XLS ഫോർമാറ്റ് ഉള്ളതും XLSX ഫോർമാറ്റ് ഉള്ളതും CSV, അതുപോലെ ഈവൻ ഗൂഗിൾ ഷീറ്റ് എന്ന് പോലും ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതിനായി, അതായത് മാസ്റ്റേഴ്സും ട്രാൻസാക്ഷൻസും ഇമ്പോർട്ട് ചെയ്യുന്നതിനായി നമുക്ക് രണ്ട് ടൈപ്പ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് പ്രീ ഡിഫൈൻഡ് എക്സൽ ടെംപ്ലേറ്റ് ആണ്. അതായത് ടാലി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രീ ഡിഫൈൻഡ് എക്സൽ ടെംപ്ലേറ്റ്. അടുത്തത് മാപ്പിംഗ് ടെംപ്ലേറ്റ് ആണ്. മാപ്പിംഗ് ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസർക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാറ്റാസ് എക്സൽ ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അയാൾ ഒരു പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചറോ ഫോർമാറ്റോ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ഒരു ഫയൽ നമുക്ക് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഫീൽഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി ചെയ്യണം. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയി തന്നെ ഈ ഫയൽ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡാറ്റ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാപ്പിംഗ് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്കിനി ആദ്യം ടാലി ഓപ്പൺ ചെയ്യാം. നമ്മളോട് ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സൽ ഇമ്പോർട്ട് ടാലി പ്രൈം 4.0. നമുക്കിനി ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് Alt+O എന്ന കീ പ്രസ് ചെയ്യാം. Alt+O, ഇമ്പോർട്ട് ഓപ്ഷൻ. അതിനുശേഷം മാനേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സാമ്പിൾ എക്സൽ ഫയൽസ്, അതിൽ മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ കോൺഫിഗർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ്പോർട്ട് സാമ്പിൾ ഫയൽ 4 എന്ന് കാണാം. ഒരു തവണ കൂടി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ടാലിയിൽ അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ ഫയൽസിന്റെ ലിസ്റ്റ് കാണാം. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ എക്സൽ ടെംപ്ലേറ്റ്സ്. നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൾ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ് എന്ന ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഇവിടെ എക്സ്പോർട്ട് സെറ്റിംഗ്സ് എന്നതിന്റെ അണ്ടറിലായി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കാണാം. നമ്മൾ ടാലിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ടെംപ്ലേറ്റിന്റെ ഫയൽ ഫോർമാറ്റ് എന്താണ്, അത് നമ്മൾ ഏത് ലൊക്കേഷനിലേക്കാണ് സേവ് ചെയ്യുന്നത്, അതിന്റെ നെയിം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കാണാം. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഓപ്പൺ ഫയൽ ആഫ്റ്റർ എക്സ്പോർട്ട് എന്ന് കാണാം. അത് നമ്മൾ S എന്ന് സെറ്റ് ചെയ്തതിന് ശേഷം Ctrl+A എന്ന കീ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ഫയൽ ആഫ്റ്റർ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യെസ് എന്ന് സെറ്റ് ചെയ്യുന്നത്. ഇനി എക്സ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നമ്മുടെ എക്സൽ ടെംപ്ലേറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ എക്സൽ ടെംപ്ലേറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ താഴെയായിട്ട് കുറെ ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ലെഡ്ജർ, അതിനുശേഷം ലെഡ്ജർ റീഡ്മി, പിന്നെ ഗ്രൂപ്പ് റീഡ്മി. അതായത് ആദ്യത്തെ ലെഡ്ജർ എന്ന് പറയുന്ന ഈ ഒരു ഷീറ്റിലാണ് ലെഡ്ജർ റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജർ മാസ്റ്ററുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് എറർ ഫ്രീ ആയിട്ട് എങ്ങനെ അത് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡാണ് ലെഡ്ജർ റീഡ്മിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഷീറ്റിൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് എറർ ഫ്രീ ആയിട്ട് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡ് ആയിട്ടാണ് ഗ്രൂപ്പ് റീഡ്മി ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലെഡ്ജറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ഷീറ്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഫില്ല് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എക്സൽ ഷീറ്റിൽ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു റെലവെന്റ് ഫീൽഡിലേക്ക് നമ്മൾ ആ ഡാറ്റ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അത് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഈ ലെഡ്ജർ റീഡ്മി എന്ന് പറയുന്ന ഈ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ ഈ ഫസ്റ്റത്തെ ഷീറ്റിലുള്ള ഈ കോളം ഹെഡേഴ്സ്, അതിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ ബോൾഡായി കൊടുത്തിരിക്കുന്ന, അതായത് ഇവിടെ നെയിം, ഗ്രൂപ്പ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ബോൾഡായി കൊടുത്തിരിക്കുന്ന കോളം ഹെഡേഴ്സ് നമ്മൾ റീടൈൻ ചെയ്യണം. അത് നമ്മൾ റീടൈൻ ചെയ്തില്ലെങ്കിൽ, നമ്മൾ അതിൽ മോഡിഫിക്കേഷൻ വരുത്തുകയോ അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഡാറ്റ ഇൻപുട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടാലിയിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്
എറർ വരുന്നതായിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത കോളം ഹെഡേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ബോൾഡായി കൊടുത്തിരിക്കുന്ന എല്ലാ കോളം ഹെഡേഴ്സും മാൻഡേറ്ററി ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫീൽഡ് നെയിം, അതായത് എക്സലിലെ കോളം ഹെഡേഴ്സ് ടാലിയുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കതിനായി ടാലി ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ലെഡ്ജർ. അതായത് ഇവിടെ നമുക്ക് ഈ ലെഡ്ജറിൽ ഓരോ ഫീൽഡ് കാണാം. അതായത് നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ്, അണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പ് എൻട്രി ചെയ്യാനുള്ള ഫീൽഡ്, അതുപോലെ അഡ്രസ് കാണാം, സ്റ്റേറ്റ്, കൺട്രി എന്ന് തുടങ്ങി കുറെ ഫീൽഡുകൾ നമുക്ക് ഇവിടെ കാണാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം ആണ് ഇവിടെ ഈ എക്സലിലെ കോളം ഹെഡറായി കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന ഈ കോളത്തിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും ലെഡ്ജറിലെ നെയിം ഫീൽഡിൽ വരിക. അതുപോലെ നമ്മളിവിടെ ഗ്രൂപ്പ് എന്നുള്ള ഹെഡിൽ എൻ്റർ ചെയ്യുന്ന നെയിം ആണ് അണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരിക. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും ആ ഒരു ഹെഡർ നെയിംസ് മോഡിഫൈ ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാരണം. ഇനി നമുക്ക് അഡീഷണൽ ഫീൽഡുകൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അഡീഷണൽ ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫീൽഡുകൾ അല്ലാതെ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡ് വാല്യൂ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാലിയിലെ ഡിഫോൾട്ട് ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ റീഡ്മി ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ആ ഒരു ലെഡ്ജറുമായി ബന്ധപ്പെട്ട എല്ലാ ഫീൽഡിന്റെയും ലിസ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ നിന്നും GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കറസ്പോണ്ടിങ് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ GST രജിസ്ട്രേഷൻ ടൈപ്പും അതുപോലെ GSTIN നമ്പറുമാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ഫീൽഡിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മൾ അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഈ എക്സാമ്പിൾ നമ്മൾ റെഗുലർ എന്നാണ് എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഫീൽഡ് കോപ്പി ചെയ്യാം. Ctrl+C. അതിനുശേഷം നമ്മളിവിടെ ലെഡ്ജർ എന്ന് പറയുന്ന ഈ ഷീറ്റിലേക്ക് വരിക. ഇവിടെ ഏറ്റവും ലാസ്റ്റ് പേസ്റ്റ് ചെയ്യാം GST രജിസ്ട്രേഷൻ ടൈപ്പ്. ഇനി അടുത്ത ഫീൽഡ് കോപ്പി ചെയ്യാം. GST രജിസ്ട്രേഷൻ, നമ്മുടെ GST രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡാണ്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി മറ്റൊരു എക്സലിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു ഡാറ്റ ഈ ഷീറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് സാമ്പിൾ ഡാറ്റ. ഈ ഒരു ഡാറ്റ കോപ്പി ചെയ്തെടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് ബ്ലാങ്ക് കോളംസ് കാണുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡാറ്റ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ അരുൺ എന്റർപ്രൈസസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലെഡ്ജർ നെയിം. ഈ ഒരു പാർട്ടിയുടെ അഡ്രസ് ആണ് നമ്മളിവിടെ ഈ അഡ്രസ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ് ടാലിയിൽ മൾട്ടിപ്പിൾ ലൈൻസിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ മൾട്ടിപ്പിൾ റോസിൽ ആ അഡ്രസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അടുത്ത ഡെറ്ററുടെ അഡ്രസ് ആണ് നമ്മളിവിടെ ഈ 3 റോകളിലായി കൊടുത്തിരിക്കുന്നത്. ഇനി അഡ്രസ് ഒക്കെ ടാലിയിൽ സിംഗിൾ ലൈനിൽ തന്നെ മതിയെങ്കിൽ നമ്മളിവിടെ ഒരു റോ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അടുത്തത് ബിൽ വൈസ് ഡീറ്റെയിൽസ്, അതായത് ഒരു പാർട്ടിയുടെ ഓപ്പണിംഗ് ബാലൻസിന്റെ എമൗണ്ട് ഒന്നിൽ കൂടുതൽ ബില്ലുകളുടെ ടോട്ടൽ ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ഇവിടെ ഈ 3 ബില്ലുകളുടെ ടോട്ടൽ എമൗണ്ട് 17,000 ആണ്. അത് നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് കോളത്തിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ആ ബില്ലിന്റെ ഡീറ്റെയിൽസ് മൾട്ടിപ്പിൾ റോസിലായി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ റോസ് ആഡ് ചെയ്തതിന് ശേഷം വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സെൽസ് ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതി. നമുക്കിനി നമ്മൾ ആഡ് ചെയ്ത അഡീഷണൽ ഫീൽഡുകൾ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ GST രജിസ്ട്രേഷൻ ടൈപ്പും GST രജിസ്ട്രേഷൻ നമ്പറും ആണ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് ആ ഒരു ഫീൽഡ് വാല്യൂ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി ഈ കംപ്ലീറ്റ് വാല്യൂ കോപ്പി ചെയ്ത് ടെംപ്ലേറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. നമ്മൾ കോളം ഹെഡേഴ്സ് ഒഴിവാക്കിയിട്ട് ഡാറ്റ മാത്രമാണ് കോപ്പി ചെയ്യുന്നത്. കോപ്പി ചെയ്തു. ഇനി നമ്മളിവിടെ ഈ ഷീറ്റിൽ ഈ ഡാറ്റ പേസ്റ്റ് ചെയ്യാണ്. ഇനി ഇത് സേവ് ചെയ്യാം. ഇനി നമുക്ക് ടാലി ഓപ്പൺ ചെയ്യാം. ഇമ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി Alt+O പ്രസ് ചെയ്യുക. നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ ചെയ്യാം. ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് പോകണമെന്നില്ല. Alt+O. അതിനുശേഷം മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്കിവിടെ ഫയൽ പാത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ Alt+O തന്നെ പ്രസ് ചെയ്ത് കോൺഫിഗറേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഫയൽ പാത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് തന്നെ സേവ് ചെയ്യാണ്. ഇനി നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്യണം. ഓൾ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സേവ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വർക്ക് ഷീറ്റ് നെയിം സെലക്ട് ചെയ്യുക. നമ്മുടെ ഡാറ്റ ഉള്ളത് ലെഡ്ജർ എന്ന ഷീറ്റിലാണ്. സെലക്ട് ചെയ്യുക. അതിനുശേഷം മാപ്പിംഗ് ടെംപ്ലേറ്റ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് രീതിയിൽ ഫയൽ ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഡിഫോൾട്ട് ടെംപ്ലേറ്റ്, പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടും അതല്ലാതെ മാപ്പിംഗ് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് മാസ്റ്റർ സെലക്ട് ചെയ്യുക. നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ലെഡ്ജർ ആണ്. ലെഡ്ജർ സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്തത് ബിഹേവിയർ ഓഫ് ഇമ്പോർട്ട് ആണ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ ഓൾറെഡി ടാലിയിൽ ഉണ്ടെങ്കിൽ ടാലി അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് പ്രിവ്യൂ ഇമ്പോർട്ട് സമ്മറി. ഇത് നിർബന്ധമായി നമ്മൾ എസ് എന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ എസ് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ആവുന്നതിന് മുന്നേ തന്നെ, അതായത് നമ്മുടെ ഡാറ്റ ടാലിയിലേക്ക് ഇമ്പോർട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഒരു സമ്മറി വ്യൂ കാണാൻ പറ്റും. അടുത്തത് ബാക്കപ്പ് കമ്പനി ഡാറ്റ ബിഫോർ ഇമ്പോർട്ട്. അതായത് ഈ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ കമ്പനി ബാക്കപ്പ് ചെയ്യണോ എന്നാണ് നമ്മളോട് ടാലി ചോദിക്കുന്നത്. നമുക്ക് എസ് എന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു സമ്മറി വ്യൂ. ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സമ്മറി വ്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമുക്ക് ആ എക്സൽ ഫയൽ എടുക്കാം. ഇവിടെ ടോട്ടൽ 8 ലെഡ്ജേഴ്സ് ആണുള്ളത്. നമുക്കിവിടെ ടോട്ടൽ 8 ലെഡ്ജേഴ്സ് കാണാം. അതിൽ 3 സൺട്രി ക്രെഡിറ്റേഴ്സും 5 സൺട്രി ഡെറ്റേഴ്സും. 3 സൺട്രി ക്രെഡിറ്റേഴ്സും 5 സൺട്രി ഡെറ്റേഴ്സും. അതുപോലെ ഓൾ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ബുക്കിലെ ലെഡ്ജർ എന്ന ഷീറ്റിലെ സെക്കൻഡ് റോ മുതൽ 16th റോ വരെയുള്ള എ കോളം മുതൽ N വരെയുള്ള കോളംസിലെ ഡാറ്റയാണ് നമുക്ക് ടാലിയിലേക്ക് ഇമ്പോർട്ട് ആവേണ്ടത്. ആ ഡീറ്റെയിൽസും ഇവിടെ ക്യാപ്ചർ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ കീ പ്രസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫയല് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗെറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. അതിനുശേഷം ഓൾട്ടർ, അതിൽ ലെഡ്ജർ എടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഓരോ ലെഡ്ജറും ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂസ് ഒക്കെ അതുപോലെ തന്നെ ഇവിടെ ക്യാപ്ചർ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ലെഡ്ജർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബിൽ വൈസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഡീറ്റെയിൽസ് ഇവിടെ ക്ലിയർ ആയി തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടാലിയിലേക്ക് മാസ്റ്റേഴ്സ് ഇമ്പോർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നോക്കിയത് ലെഡ്ജർ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു മാസ്റ്റേഴ്സും ഇമ്പോർട്ട് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.